പുറത്താക്കിയിടാൻ നമ്മൾ ഇറങ്ങിപ്പോന്നാടാ. സുന്നത്ത് ജമാഅത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിലില്ലടാ. ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ. ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം. നമുക്ക് ഭൂരിപക്ഷം കൂടുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നാടാ. പോകാൻ വലിയ ആളായിട്ട് പിന്നെ ആ വലിയപ്പർക്ക് എന്നെ തോന്നി ഇത് ചെയ്യാവൂല, പിള്ളേരുടെ കിട്ടുന്നത് പോയി കഴിഞ്ഞില്ലേ, കുട്ടം വിട്ടുപോയില്ലേ, ഇനി നോക്കിക്കോ ഒരൊറ്റ വോട്ട് കിട്ടുമല്ലടാ നിങ്ങൾക്ക്. നമ്മളെങ്ങാനും തല്ലി നിങ്ങൾ ചെയ്ത ഒരൊറ്റ വോട്ട് കാഫറിനും കിട്ടില്ല, മുസ്ലിമിനും കിട്ടില്ല. ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്യൂരില്ല പോരടാ, അങ്ങ് വോട്ട് ചെയ്ത് തോറ്റിട്ടാണ്. സമസ്തയ്ക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി അതോടൊപ്പം പ്രത്യേകമില്ല. അതോടൊപ്പം മുസ്ലിം ലീഗുമായിട്ട് പ്രത്യേകമാവുന്നതായ ഒരു ബന്ധം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുണ്ട്. രാഷ്ട്രീയമായിട്ട് എന്നുള്ള ബന്ധമല്ലത്, മറ്റെന്ത് ബന്ധമാണ്? അത് അവരെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും സമസ്തൻ്റെ നേതാക്കന്മാരും അത് പഴയ കാലം മുതൽ തന്നെ വലിയ അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് ആ ബന്ധം ഒന്നും തുടർന്നു പോയി. അതായത് ലീഗ് ആശങ്കപ്പെടേണ്ട എന്നൊരു സന്ദേശം ഈ വാക്കുകളിലുണ്ടോ? ഒരിക്കലുമില്ല. ലീഗ് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ലീഗായിട്ടുള്ളതായ ആ ബന്ധത്തിന് യാതൊരു നിലക്കുള്ള തകരാറുമില്ല. ലീഗുമായിട്ടുള്ളതായ ആ ബന്ധം ഇന്നും വളരെയധികം ശക്തമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളല്ലല്ലോ മതസംഘടനയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. സമസ്തയുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട് പുതിയ തല വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ആരാണ് യഥാർത്ഥ സമസ്ത എന്നതുമായി ബന്ധപ്പെട്ട കാര്യം പോലും പ്രാധാന്യമായ രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മളിപ്പോൾ കണ്ട വീഡിയോകളെല്ലാം രണ്ട് വിഭാഗം സമസ്തയുടെയും വൈകാരികമായിരിക്കുന്ന തലങ്ങളാണ്. എത്രത്തോളം കഠിനമായ രീതിയിലാണ് പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് അവരിവിടെ സംഘടന ശക്തിപ്പെടുത്തിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം രാഷ്ട്രീയക്കാരുടെ പോർവിളി പോലെയാണ് പലതും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിലൊന്ന് മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം മുത്തുക്കോയ തങ്ങൾ വളരെ കൃത്യതയോടുകൂടി പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും പ്രസിഡന്റ് സയ്യിദ് വംശത്തിൽപ്പെട്ടവരായിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ കാലം എന്നൊക്കെ പറയുന്നത് സമസ്തയുടെ ഭാഗത്തുനിന്നും ഒരേ രീതിയിൽ ലീഗിനെ നയിക്കുകയും ചെയ്ത ആ രീതിയിലുള്ള ആ ബന്ധത്തിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിനാണ്. അങ്ങനെ ഒഴിവാക്കാനൊന്നും സാധിക്കാത്ത വിധം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാണക്കാട് കുടുംബവും, അത് മൊത്തം രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, പാണക്കാട് കുടുംബവും സമസ്തയും അങ്ങനെ യോജിച്ചാണ് പോയത്. അത് നിഷേധിക്കാനൊന്നും പറ്റില്ല. ഈ അടുത്ത കാലത്താണ് രാഷ്ട്രീയപരമായ രീതിയിലൊക്കെ ചില എതിർപ്പുകളും ചില വിമർശനങ്ങളും ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിന് അനുകൂലമായിരിക്കുന്ന നിലപാടുകളും സ്വീകരിക്കപ്പെട്ടത്. മുൻപൊന്നും അങ്ങനെയല്ല, ഇപ്പോൾ കുറഞ്ഞ രീതിയിലെങ്കിലും. എന്നാൽ അത് കുറച്ചും കൂടി ഇപ്പോൾ അടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് സമസ്തയും ഒന്നിക്കണമെന്ന് പ്രധാനമായിരിക്കുന്ന വിഷയം ഈ അടുത്ത കാലത്തുണ്ടായത് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. EK സുന്നിയുടെ 100ാം വാർഷികം ഇപ്പോൾ കാസർഗോഡ് അവസാനിച്ചു. AP സുന്നിയുടെ 100ാം വാർഷികം 2027 അടുത്ത വർഷം ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ വരാൻ പോവുകയാണ്. ജനുവരി ലാസ്റ്റത്തെ ആ തീയതിയിൽ 4 ദിവസമാണ് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ രണ്ട് വിഭാഗത്തിലും നന്നായിട്ട് ആളുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ലക്ഷങ്ങൾ പങ്കെടുത്ത പരിപാടിയാണ് കാസർഗോഡ് അവസാനിച്ചത്. ഏറെക്കുറെ അത്രത്തോളമൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഒന്നിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഒന്നുകൂടി വിവാദമായത്. അതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നാണ് സംസ്ഥയുടെ പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഗർവാപ്പസി, പിരിഞ്ഞു പോയവർ തെറ്റിപ്പോയവർ ചേർന്ന് കയറി വരണം എന്നുള്ളതാണ്. തിരിച്ചു വരണം എന്നാണ് ഇപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ പോയവരല്ല എന്ന് കാന്തപുരം അതിന് മറുപടിയും പറയുമ്പോൾ പിന്നീട് നടന്ന സംഭവം ഒന്നും കൂടി അവലോകനം ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങളെത്തും. ആരാണ് ഒറിജിനൽ എന്നുള്ളതാണ്. രണ്ട് വിഭാഗവും ഇപ്പോൾ ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് അവകാശപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ആകുന്ന സമയത്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാന്തപുര സുന്നി വിഭാഗത്തിൻ്റെ സമസ്തയിലേക്കാണോ പോകേണ്ടത് എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ AP സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്ന ഒരു കാര്യം, ഈ പുതുതായിട്ട് വന്നവർക്ക് സമസ്തയെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ്. അത് ജിഫ്രി തങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളത് പരിശോധിക്കുമ്പോൾ
1989 കാലഘട്ടത്തിലാണ് സമസ്തയുടെ പിളർപ്പുണ്ടാകുന്നത്. അത് പരിശോധിക്കുന്ന സമയത്ത് 89 കാലഘട്ടത്തിൽ സമസ്തയിൽ പ്രവർത്തിച്ച വ്യക്തി തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പിന്നെ അതിനുശേഷം മെമ്പർഷിപ്പ് എടുത്ത് കയറി വന്നതാണ് എന്ന പരാമർശത്തിൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് വ്യക്തികളും, അതായത് ഇപ്പോഴത്തെ സമസ്തയുടെ പ്രസിഡന്റായിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഇപ്പോഴത്തെ AP സുന്നി വിഭാഗത്തിൻ്റെ സമസ്തയുടെ സെക്രട്ടറി ആയിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും തത്തുല്യമായ രീതിയിൽ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. 1989 ആ കാലഘട്ടത്തിൽ സമസ്തയുടെ പ്രസിഡന്റായത് സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളായിരുന്നു. അന്ന് സെക്രട്ടറി ആയി നിന്നത് EK അബൂബക്കർ മുസ്ലിയാരായിരുന്നു. AP അബൂബക്കർ മുസ്ലിയാർ അന്നത്തെ കേന്ദ്ര മുഷാവറ അംഗമായിരുന്നു. അദ്ദേഹമാണ് ഈ സമസ്തയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തുറന്നു പറയുകയും പിന്നീട് ഇറങ്ങിപ്പോരുകയും ചെയ്തത്. ഇറങ്ങിപ്പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, സമസ്തയിൽ നിന്നല്ല ഇറങ്ങിപ്പോകുന്നത്, സമസ്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് എന്നതിനർത്ഥം സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ അതിനുശേഷം, അതായത് ഈ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ പിന്നീട് AP സുന്നി പക്ഷത്തേക്ക് വന്നു. അപ്പോൾ ആ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം പിന്നീട് AP സുന്നി പക്ഷത്തിൻ്റെ പ്രസിഡൻ്റായി മാറുകയും ചെയ്തു. ഈ സുലൈമാൻ മുസ്ലിയാർ ആ പിളർന്നതിനോടനുബന്ധിച്ച്, അതായത് ഈ പറയപ്പെട്ട ഒഴിവിലേക്ക്, ബുഖാരി തങ്ങൾ വന്ന ഒഴിവിലേക്ക് സമസ്തയുടെ പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് അന്നത്തെ സമസ്ത കാര്യങ്ങൾ ഉണ്ടായത്. പിന്നീട് ഇപ്പോഴത്തെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് 2-3 രീതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട് ഹക്കീം അസ്സരി AP ഉസ്താദിൻ്റെ മകൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇതിന് ഐക്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പത്രക്കാരുടെ, നമ്മൾ ആ വീഡിയോ കണ്ടു, ഒരു പത്രക്കാരുടെ ചോദ്യത്തിന് ആണ് അദ്ദേഹം മറുപടി പറയുന്നത്. മുസ്ലിം ലീഗ് ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ, മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ളത്. അതിന് ഹക്കീം അസ്സരി പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. മത സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനുവേണ്ടി മധ്യസ്ഥത വഹിക്കേണ്ടത് അവരല്ലല്ലോ. യൂസഫ് അലിയെ പോലെയുള്ള ആളുകളാണ്. എല്ലാ കാലത്തും സുന്നിയാണെന്നും സുന്നി മദ്രസയിൽ നിന്ന് പഠിച്ച വ്യക്തിയാണ്, അതിൻ്റെ സുന്നി ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് പറയുന്ന അതുപോലെയുള്ള സാമൂഹ്യപരമായ രീതിയിൽ അംഗീകാരമുള്ള വ്യക്തികളാണ് ഇതിന് മധ്യസ്ഥത വഹിക്കേണ്ടത് എന്നൊരു അഭിപ്രായം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹക്കീം അസ്സരി പറയുകയും ചെയ്തു. അപ്പോൾ ഈ സമസ്തയുടെ അവസാനത്തെ പ്രസിഡന്റ് എന്ന നിലക്ക് പ്രസിഡൻ്റാണ് പിന്നീട് AP സുന്നിയിലേക്ക് മാറിയത് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പിന്നീട് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. സാമൂഹ്യപരമായിരിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്തൊക്കെയുള്ള ഇടപെടലുകളും സജീവതയും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രണ്ട് പക്ഷമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇപ്പം മാറി വരുന്ന ദിശക്കനുസരിച്ചും നിലപാടിനനുസരിച്ചും ഒക്കെ പറയുന്ന, അതായത് ഈ ശിഹാബ് തങ്ങൾ ഉള്ള സമയത്ത് തന്നെ ഈ സുന്നി ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച വന്നതാണ്. AP അബൂബക്കർ മുസ്ലിയാർ അതിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തു. ശിഹാബ് തങ്ങളാണെങ്കിൽ അദ്ദേഹം അനുകൂലമായിരിക്കുന്ന നിലപാട്, എതിർപ്പ് ആർക്കും ഉണ്ടായിട്ടില്ല, പക്ഷേ യോജിച്ചിട്ടില്ല. ഹൈദരലി തങ്ങൾ സമസ്തയുടെ ഈ ശിഹാബ് തങ്ങൾക്ക് ശേഷം പ്രസിഡൻ്റായിരുന്നു വന്ന സമയത്തും AP അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട് അങ്ങനെയായിരുന്നു. ഹൈദരലി തങ്ങൾക്ക് കുറച്ചും കൂടി അധികം താല്പര്യമായിരുന്നു സുന്നി ഐക്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം പിന്നീട് സാദിഖ് അലി തങ്ങൾ ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്തും ഇതേ അഭിപ്രായം വന്നു. സമസ്തയിലും ഈ അഭിപ്രായം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഏത് മേഖലയിലാണ് യോജിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമില്ല. മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള വിഷയം വരികയാണെങ്കിൽ, യോജിക്കുകയാണെങ്കിൽ സുന്നികൾ മാത്രം യോജിച്ചാൽ പോരാ. അതിൽ ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗും മുജാഹിദും അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളും, ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളും OBC സംവരണത്തിൽപ്പെട്ടവരും ചേർന്ന് നിൽക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് പൗരത്വ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും വഖഫ് പോലെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്തൊക്കെ രണ്ട് വിഭാഗം സുന്നികൾ മാത്രം യോജിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത് മൊത്തത്തിൽ പൊതുവായിരിക്കുന്ന സാമൂഹിക പ്രശ്നമാകുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് നിൽക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഈ സുന്നി പക്ഷത്തെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഐക്യത്തിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം എവിടെയാണെന്ന് ചോദിച്ചാൽ, അതിന് പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങളും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഇവിടെ ഇപ്പോൾ വിഷയം ഗർവാപ്പസി എന്ന് പറയുന്ന പ്രയോഗത്തിനെ അനുവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ AP സുന്നി വിഭാഗത്തിൽപ്പെട്ട പല പണ്ഡിതന്മാരും അഭിപ്രായം പറയുന്നു. ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നവരല്ല എന്ന് AP സുന്നി പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ഞങ്ങളുടേതാണ് സമസ്ത എന്ന് തന്നെയാണ്.
അപ്പോൾ അതേ ആ നിലപാട് ഇ കെ സുന്നി വരുന്ന സമയത്ത് പിന്നെ അവിടെ യോജിപ്പിൻ്റെ വിഷയമില്ല, ഒറിജിനാലിറ്റി പറയുന്നു. കാര്യം എ പി സുന്നി വിഭാഗം അത് പറയുന്നതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ആ പിളർപ്പുണ്ടായിട്ട് പിരിഞ്ഞു പോരുന്ന സമയത്ത് സമസ്തയിലെ പ്രധാനപ്പെട്ടവർ അവരുടെ കൂടെ പോയി. മാത്രമല്ല SYS എന്ന് പറഞ്ഞ സുന്നി യുവജന സംഘം വളരെ സജീവമായ രീതിയിൽ യുവാക്കൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്ന സംഘടനയാണ്. ആ സംഘടന അപ്പാടെ എ പി സുന്നി പക്ഷത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് SSF എന്ന് പറഞ്ഞ മുസ്ലിം വിദ്യാർത്ഥി സംഘം 1973 ആ കാലഘട്ടത്തിലാണ് രൂപീകരിച്ചത്. വലിയ ബാക്കുള്ള സംഘടനയാണ്. ആ സംഘടന അപ്പാടെ എ പി സുന്നി പക്ഷത്തോടൊപ്പം നിന്നു. പിന്നീട് അവരുടെ അന്നത്തെ സുന്നി ഈ മാസികകൾ റിസാല അടക്കമുള്ള 2-3 പത്രങ്ങൾ അന്നുണ്ടായിരുന്നു. പൂങ്കാനുണ്ടെന്നാണ് തോന്നുന്നത്, ഇതിനോട് ശേഷം ഉണ്ടായതെന്ന് ഓർമ്മയില്ല. ഏതായാലും അതെല്ലാം യഥാർത്ഥത്തിൽ സുന്നി പക്ഷത്തേക്കാണ് വന്നത്. പിന്നീടാണ് സിറാജ് പത്രം തുടങ്ങിയത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ അവരുടെ മാസികകളടക്കമുള്ള, അതായത് ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളടക്കം കൂടെ വന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. സംഘടനയും വന്നു. പിന്നീടാണ് സമസ്തയിൽ നിന്ന് SKSF ഉണ്ടാകുന്നത്, പുതിയ SYS ഉണ്ടാകുന്നത്. SBS പോലെയുള്ള SBS ഇപ്പോൾ 2 പക്ഷത്തുണ്ട്, സുന്നി ബാലസംഘം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ മാലിൽ കേന്ദ്രീകരിച്ച് കൊണ്ട് പുതിയൊരു സംവിധാന കാര്യങ്ങളൊക്കെ 2 കൂട്ടരും ഉണ്ടാക്കിയതൊക്കെ മാലിൽ ഫെഡറേഷനൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് 2 കൂട്ടർക്കും സമസ്തയുടെ ആധികാരികത അവകാശപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് 2 കൂട്ടരും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമല്ല. അങ്ങനെ തയ്യാറാവാതിരിക്കുന്ന സമയത്ത് യോജിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കൊണ്ടും കൊടുത്തും എന്ന രീതിയിൽ രാഷ്ട്രീയമായ രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനത്തോട് വെല്ലുവിളിച്ചുകൊണ്ടും കൊടുവാളുമായിട്ട് ബന്ധപ്പെട്ടും ആയുധപരമായിരിക്കുന്ന ആക്രമണം നടത്തിയിട്ടും മരണം, കൊലപാതകം പോലും നടന്നിരിക്കുന്ന രീതിയിലേക്ക് ഒരു കാലത്ത് ഈ സുന്നിപക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അതൊക്കെ ലളിതവൽക്കരിച്ചു, വിട്ടുവീഴ്ചയായി, കുറേ കേസും ഒക്കെ അങ്ങനെ തള്ളിപ്പോയി. അങ്ങനത്തെ പല വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് നോർമൽ സാഹചര്യത്തിലേക്ക് എത്തുന്ന സമയത്താണ് പിന്നീട് ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് ആരാണ് യഥാർത്ഥ ഒറിജിനൽ സമസ്ത എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകും. ഒരു രൂപം ഇപ്പോഴും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സുന്നി ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴും അരീചികമായിട്ട് നിൽക്കുകയാണ്. അല്ലെ സ്റ്റില്ലടിച്ച് നിൽക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സാഹചര്യ അവസ്ഥകൾ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.